പെണ്ണ് ഇതിനകത്തും കയറി. സുബ്ഹാനല്ലാഹ്. ഈ ഉപ്പാപ്പാണെങ്കിൽ പാട്ടിന്റെ വോളിയം കാണാൻ ചൈന സെറ്റാണ്. എവിടെ കേൾക്കാന്നറിയോ? മണ്ടേ കയറി നിൽക്കാണ് അതിന്റെ. എന്നിട്ട് ഓഫ് ആവല്ല. അടുത്തിരിക്കുന്ന ഒരാൾ ഓഫ് എന്നുള്ള വിളി മതി. ഉസ്താദിന്റെ സൂറത്തും തെറ്റി. ആകെ മൊത്തം ഗ്രാനൈറ്റ് സൗദമില്ലേ പള്ളി. ഇതിങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഉസ്താദിന്റെ തൊട്ട് പുറകിൽ നിൽക്കുകയുള്ളൂ. സൂറത്ത് തെറ്റി. ഉടനെ ഒരാൾ ഏറ്റവും പറയുന്നത് തറക്കൂക്ക കായ്മ. ഈ പറഞ്ഞു കൊടുക്കണല്ലോ തെറ്റിപ്പോയാ. അപ്പൊ അടുത്തേക്ക് പറഞ്ഞാ അത് ഈ സൂറത്തിലല്ല, അത് രണ്ടാമത്തെ റക്അത്തില്ല. ആകെ കുളമായി. കുറച്ച് പേര് താമസിച്ചു വന്നവര് പറഞ്ഞടാ ഇന്ന് പള്ളിയിൽ നിസ്കാരമില്ലെന്ന് ബാക്കവരെ ഗാനമുള്ള അമ്മക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ജുമ നമ്മുടെ പള്ളിക്കകത്ത് കിടക്കണ കാര്യമാ. പിന്നെ എല്ലാ പള്ളിയിലും വഴി ഇവിടെ കിടന്ന് ഉറങ്ങരുത്. നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങി വായിക്കകത്തൂടെ. പണ്ട് പള്ളിക്കകത്ത് കിടക്കുന്നവർക്ക് കണ്ണീരൂടെ കണ്ണീര് വരും. ഇന്ന് പള്ളിക്കകത്ത് കിടക്കുന്നത് വായിലൂടെയാണ് കണ്ണീര് വരിക. അതങ്ങനെ ഒഴുക്കി പള്ളിക്കകത്ത് അങ്ങനെ കിടക്കും. പിന്നെ എന്തൊക്കെ കോലമാണ്. ചാരിയിരിക്കുന്നു, ഹ്യൂരയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നു, ഏതൊക്കെ രീതിയിലും മോഡലിലുമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഭയം ഖൗഫ് നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു കൊണ്ടുവരണം. ആ പേടി നമ്മുടെ മനസ്സിന്റെ അകത്ത് ചെയ്യുന്ന ചെറിയൊരു തെറ്റിന് പോലും ഖുർആൻ എഴുതിയ കടലാസ് നമ്മുടെ തഴവയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ ആ കടലാസിലൊന്ന് ചവിട്ടിയാൽ അല്ലാഹുവേ അതിന് പകരം പോലും നരകം തരുമോ എന്ന് പേടിക്കണം മുസ്ലിമേ. ഖിബ്ലയിലേക്ക് കാല് നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പകരം പോലും അല്ലാഹു നരകം തരുമോ എന്ന് പേടിക്കണം. ബഹുമാനപ്പെട്ട തഴവപ്പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്ത് ഈ രാജ്യം മുഴുവനും ഈ നാട് മുഴുവനും എന്റെ നാട് മുഴുവനും ഇൽമ കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കിടന്നിറങ്ങുന്ന രാജകുമാരനെ ഓർമ്മയില്ലേ? ആ ബഹുമാനപ്പെട്ട ഗുരുനാഥന്റെ ഗുരുവര്യന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഖിബ്ലയ്ക്ക് നേരെ നീട്ടിടല്ലേ കാല്, ഖുർആന്റെ നേരെയും നല്ല ദല്ലീഹാല്. ഖിബ്ലയുടെ നേരെ കാല് നീട്ടല്ലോ, ഖുർആന്റെ നേരെ കാല് നീട്ടല്ലോ. എത്ര മര്യാദയുള്ള വാക്കുകൾ കൊണ്ട് അദബ് പഠിപ്പിച്ചിരുന്ന ലോകത്ത് ഒരുപാട് സരളമായ ശൈലിയോട് പരമ ഉസ്താദ് പറഞ്ഞു തന്നില്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ. അതുകൊണ്ട് ചെയ്തു പോകുന്ന ചെറിയ തെറ്റിന് പോലും അല്ലാഹുവിന്റെ അടുത്തുനിന്ന് നരകത്തിന്റെ അദാബ് ഇറങ്ങുമെന്നുള്ള ഭയം നിന്റെ മനസ്സിൽ വേണേ. അല്ലാഹു ആ ഭയം നമുക്ക് തരട്ടെ. ആ ഭയമുള്ളത് കൊണ്ടാണ് റാബിയത്തുൽ അറബിയ ഖുർആൻ കൊണ്ട് മാത്രം സംസാരിച്ചത്. ആ ഭയമുള്ളത് കൊണ്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഖബറിന്റെ അകത്ത് മണ്ണ് വാരി കയ്യിൽ വെച്ചുകൊണ്ട് നിലവിളിച്ചത്. ആ ഭയമുള്ളത് കൊണ്ടാണ് എത്രയോ സഹാബത്ത് നിസ്കാരത്തിൽ ബോധരഹിതരായി വീണുപോയത്. ആ ഭയമുള്ളത് കൊണ്ടാണ് പള്ളിക്കകത്തിന്റെ പ്രിയപ്പെട്ടവരെ തേങ്ങലും സങ്കടവും നെഞ്ചുടിപ്പുമായിട്ട് പഴയകാലത്തുള്ള ആരിഫ്യങ്ങൾ സമയം ചെലവഴിച്ചു പോയത്. നമുക്ക് ആ ഭയം തിരിച്ചു കൊണ്ടുവരണ്ടേ സഹോദരിമാരെ? അള്ളാഹുവിന് വേണ്ടി തലമറക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ശരീരം മറക്കുന്ന, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി. ഇല്ലെങ്കിൽ ആ നരകമെന്ന് പറയുന്നത് പരലോകത്ത് മാത്രമല്ല, പിന്നെ നരകമാണോ സ്വർഗമാണോ എന്നറിയുന്നത് മഹ്ശറയിലല്ല, ഇവിടെ വെച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഇവിടുന്ന് മരണപ്പെടുമ്പോ തന്നെയാണ്, ഇവിടുന്ന് നാം എന്ന് മരണപ്പെടുന്നുവോ അന്ന് തന്നെ നരകമാണെങ്കിൽ അല്ലാഹു നമുക്ക് നരകം കാണിച്ചു തരുന്നതാണ്. സ്വർഗമാണെങ്കിൽ അല്ലാഹു നമുക്ക് സ്വർഗം കാണിച്ചു തരുന്നതാണ്. സ്വർഗം കണ്ടു മരിക്കാൻ വബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് റഹ്മത്തിന്റെ മാലാഖമാർ മരണത്തിന്റെ സമയത്ത് ഇറങ്ങി വരുന്ന മയ്യത്താക്കി അല്ലാഹു നമ്മെ മാറ്റട്ടെ. അങ്ങനെ മരിക്കാനുള്ള മഹാഭാഗ്യം നമ്മുടെ ഉസ്താദുമാരുടെ ബറക്കത്ത് കൊണ്ട് സൃഷ്ടാവാറ പടച്ചവൻ നമുക്ക് തരട്ടെ. ഒരാള് മരണപ്പെടാൻ സമയത്ത് അസ്രായിൽ മുമ്പ് വരുമ്പോ തന്നെ അവന് നരകമാണെങ്കിൽ നരകം കാണിച്ചു കൊടുക്കുമെന്നാണ്, സ്വർഗമാണെങ്കിൽ സ്വർഗം കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ കണ്ണുങ്ങളുടെ പുറത്തേക്ക് തള്ളി കണ്ണുനീരൊഴുകി നെഞ്ചുടിപ്പോടെ പൊട്ടിക്കരന്നുകൊണ്ട് എത്രയോ പേര് നിലവിളിച്ചുകൊണ്ട് കെലിമ പറയാൻ പറ്റാതെ മരണപ്പെടുന്നുണ്ട്. സ്വർഗം കണ്ടവരാണെങ്കിലോ അവർ
കടുത്തിരുന്ന് മക്കളൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട ഉടനെ അവര് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല. അല്ലാഹു നമുക്ക് സ്വർഗം കണ്ടു മരിക്കാനുള്ള മഹാഭാഗ്യം തരട്ടെ. ആ സമയം മുതലാണ് നരകമാണെങ്കിൽ നരകവും സ്വർഗമാണെങ്കിൽ സ്വർഗവും നമുക്ക് തരുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും ഇപ്പോഴൊന്നും മരിക്കൂല, ഒരുപാട് നാൾ കഴിയും ഉസ്താദ്, ഒരുപാട് ദിവസം കഴിയും ഉസ്താദ്, എന്നിട്ടോ മരിക്കൂളൂ എന്ന് ചിന്തിച്ചവര് എന്റെ കൂടെ അതിനൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ്. കഴിഞ്ഞ 7 ദിവസത്തിന് മുമ്പ് തട്ടത്തുമല, കിളിമാനൂർ തട്ടത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഉമ്മാക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി 1 കിലോമീറ്റർ പോലും വീട്ടിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകാറില്ല. ഗുളിക വാങ്ങാൻ വേണ്ടി 2 വീലറിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാക്ക് പിന്നെ ആ മോനെ കാണാൻ പറ്റിയത് എപ്പോഴെന്നറിയോ? തലവെട്ടിക്കീരി, നെഞ്ചി വെട്ടിക്കീരി, പോസ്റ്റ്മോർട്ടം ചെയ്ത് കുത്തിത്തച്ചുകൊണ്ട് ആ ഉമ്മാടെ മുറ്റത്ത്, വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ എന്റെ പൊന്നുമോനെ, ഇന്നലെ രാവിലെ ഉമ്മാക്ക് ഗുളികവാകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണല്ലോ. തിരിച്ചു വരുന്നതിന് മുമ്പ് അപകടം സംഭവിച്ച് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ എന്റെ പ്രിയപ്പെട്ടവരെ 2 ദിവസത്തെ ചികിത്സയ്ക്ക് 3.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ട് ആ പൊന്നുമോന്റെ ആയുസ് തിരിച്ചു കിട്ടിയില്ലാരെങ്കിൽ അത് 18 വയസ്സിന് മാത്രം പ്രായമുള്ള സിനാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനാണെങ്കിൽ ചിന്തിച്ചു നോക്കണം. ചെറുപ്പക്കാരാ, കണ്ടുപിടിച്ചുകൊണ്ട് പെണ്ണുപിടിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിച്ചതുകൊണ്ട് 90 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കും ഉറപ്പ് പറയുന്ന സഹോദര, ഉത്സവപ്പറമ്പിന്റെ അകത്തലത്തിൽ പാതിരാ സമയം പുറക്കമിടുന്നുകൊണ്ട് ഗാനമേളക്കാരന്റെ അവസാന പാട്ട് കേട്ടുകൊണ്ട് ഉടുമുണ്ടിൽ തലയിൽ കെട്ടുകെട്ട് അല്ലാതെ പറന്ന് നൃത്തം ചെയ്യുന്ന കള്ളിനും മദ്യത്തിനും പെണ്ണിനും അടിപ്പെട്ടു പോലെ യുവത്വമേ, അടുത്ത സെക്കൻഡിൽ മരണം വന്ന മോനെ, നരകത്തിലേക്കല്ലോ നിന്നെ വലിച്ചടച്ചു കൊണ്ടുപോകുന്നത്. നരകമുറപ്പായി മരിച്ചുപോയവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭയാനകരമാണ് അതാണ്. എന്തെന്നെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ സഹോദരങ്ങൾ പഠിക്കണേ, അവര് നരകം കണ്ട് മരിക്കുമെന്ന് മാത്രമല്ല, അവരെ നരകത്തിന്റെ മാലാഖമാര് വന്ന് കുളിപ്പിക്കുമെന്നാണ്, അവരെ കഫം പൊതിയുമെന്നാണ്. എന്നിട്ടോ പള്ളിപ്പറമ്പിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോ നായകളോടുള്ള സമീപനം പോലെ ആ മയ്യത്തിനോട് പെരുമാറുമെന്നാണ്. ആർക്കും വേണ്ടാത്തതുപോലെ ചീഞ്ഞളുന്ന ശവത്തിന് നാലുകൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പോലെ 6 മണ്ണിന്റെ കത്തളത്തിലേക്ക് ആ മയ്യത്തിന് വലിച്ചെറിയപ്പെടുമെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര വഖ്ത് കളാക്കിപ്പോയി മോനെ. ക്യാൻസർ എന്ന രോഗം വന്നാൽ പിന്നീട് അല്ലാഹുവിനെ വിളിക്കാൻ നീ സമയം കണ്ടെത്തുന്നില്ലേ? ട്യൂമർ വന്നാൽ, കിഡ്നി തകരാറ് വന്നാൽ, അറിയാതെ ഇന്നലെ വരെ ഇല്ലാത്ത പടച്ചുറമ്പുരാണ് 1 സെക്കൻഡ് കൊണ്ട് 1000 പ്രാവശ്യം വിളിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അനീബൂ ഇലാ റബ്ബിക്കും അസ്ലിമൂ ലഹു, മടങ്ങി വന്നോ, അള്ളാന്റെ മുമ്പിലേക്ക് മടങ്ങി വന്നോ, അള്ളാന്റെ ദീനിലേക്ക് മടങ്ങി വന്നോ. ആ നരകമെന്ന് പറയുന്ന ലോകത്തെ ഭയന്ന് വിറച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് പോയി സുജൂദിൽ കിടന്ന് നിറകണ്ണോട് അള്ളാഹുവിനോട് തൗബ ചെയ്തു. അള്ളാഹു സ്വർഗം കണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം ഈ സാധുക്കളായ നമുക്ക് തരട്ടെ. അതുകൊണ്ട് കുറഞ്ഞുപോയ ഖൗഫിനെ തിരിച്ചു കൊണ്ടുവരണം, കുറഞ്ഞുപോയ ഭയത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നരകം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ ചില ആൾക്കാർ നിസാരമായിട്ട് പറയൂലേ, നിസ്കരിക്കാൻ വരണില്ലേക്ക, ഓ നിസ്കരിക്കണം, നിങ്ങളെല്ലാരും അങ്ങ് സ്വർഗത്തിൽ പോയി, അള്ള നരകം പടച്ചിട്ട് ആരും ഇല്ലെങ്കിൽ അള്ള തന്നെ നാണക്കേടല്ല, അതുകൊണ്ട് നരകത്തിൽ പോവാനും കുറച്ച് പേര് വേണ്ടേ. തമാശയ്ക്ക പറയാൻ ആലോചിച്ചോക്കി, നരകം തമാശയ്ക്ക് ഉപയോഗിക്കാനുള്ളതല്ല. റമദാൻ മാസത്തിൽ പള്ളിയുടെ നടയിലിരുന്ന് ബീഡി വലിക്കുന്ന ഒരു പാപ്പ ഉസ്താദ് പറഞ്ഞു, ഉറപ്പാണ് ളുഹർ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ബീഡി വലിക്കണമെങ്കിൽ നിങ്ങൾക്ക് നരകമാണെന്നുള്ളതിൽ വേറെ സംശയമൊന്നുമില്ല, റമദാൻ മാസമാണ്. ഈ കാഫിര്യങ്ങൾ പോലും ആദരിക്കുന്ന ഈ മാസത്തിൽ നിങ്ങൾ ബീഡി വലിച്ചില്ലേ പള്ളിയുടെ നടയിൽ, നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. പാപ്പ പറഞ്ഞു, 1 കണക്കിന് നരകം ഉസ്താദ് നല്ലത്. ഉസ്താദ് ചോദിച്ചത് എന്താ? ഇവിടെ എനിക്ക് 1 ദിവസം ബീഡി വലിക്കണമെങ്കിൽ 50 തീപ്പെട്ടി വേണം, നരകത്തിലാകുമ്പോൾ തീപ്പെട്ടി വേണ്ട, കാണിച്ചു കൊടുത്താൽ അത് കത്തിക്കോളൂ. വേറെ സഹോദരൻ ചോദിക്കാം, ഉസ്താദെ നരകത്തിൽ ബാത്റൂമാണ് ഉസ്താദെ. അപ്പൊ കൂടെ ഒന്നും പറയാം, പോടാ അവിടെ ബാത്റൂം, ചൂടുവെള്ളം കുടിച്ച് തൊണ്ട ഉരുവി കിടക്കുമ്പോഴാണ് ബാത്റൂം.
ഇത് നരകത്തിന്റെ ചർച്ചകളാണ്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ യുക്തിവാദികൾ സമ്മാനിച്ച ആശയങ്ങളും ആദർശങ്ങളും അവരുടെ കൂടെ കൂട്ടുകൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വന്നുപോയത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിച്ചേ പറ്റൂ, ഒരുപാട് ഗൗരവത്തോടെ മനസ്സിലാക്കിയേ പറ്റൂ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നരകത്തിന്റെ നിറം എന്താ? നരകത്തിന്റെ നിറം എന്താ? 1000 കൊല്ലമാ നരകം ചുമന്ന നിറമായിരുന്നു. പിന്നെ രണ്ടാമത് 1000 കൊല്ലം കൂടി ആ നരകത്തെ കത്തിക്കപ്പെട്ടപ്പോൾ ആ നരകത്തിന് വെളുത്ത നിറമായി. പിന്നെ മൂന്നാമത് 1000 കൊല്ലം കൂടി ആ നരകത്തെ കത്തിക്കപ്പെട്ടപ്പോൾ ആ നരകം കറുത്ത് കരിവാളിച്ചു പോയെന്നാണ്. നരകത്തിന് ഇന്നും കറുത്ത നിറമാണ്. തീ ഒരുപാട് കത്തുമ്പോൾ അതിന്റെ നിറം ചുമപ്പല്ല, വെളുപ്പല്ല, കറുപ്പാണ്. ഒരുപാട് തീ കത്തുമ്പോ പിന്നെ കറുത്ത നിറം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതാണ് നരകത്തിന്റെ നിറം. അല്ലാഹു എന്നെയും നിങ്ങളെയും ആ നരകത്തിന്റെ അദാബുകളിൽ നിന്ന് കാരുണ്യവാനായ പടച്ചതമ്പുരാൻ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തേക്ക് വരാം. അവിടെയാണല്ലോ നരകത്തെ കൊണ്ടുവരുന്നത്. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ മുഴുവനും ഇതാ അണികളാക്കി ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പരലോകത്ത് നിരത്തുവർത്തിയിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒന്ന് ചലിക്കാൻ പോലും കഴിയൂല. പരലോക വിശ്വാസം മറന്നുപോയ സമുദായമേ, പരലോകത്തിന്റെ ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുപോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തിരിച്ചാ ചിന്തയിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ സമുദായം ഉൾക്കൊള്ളുന്ന ആ പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് മുമ്പിലേക്ക് മാലിക്കുന്ന മലക്കിനോട് പറയുന്നു, മാലിക്കേ, ജിബ്രീൽ അലൈഹിസ്സലാം പോയി പറയുകയാണ്, മാലിക്കേ, നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലക്കിട്ട് വലിച്ചടിച്ചു കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മാലിക്കേ, പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ, പരലോകത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലക്കിട്ട് വലിച്ചടിച്ചു കൊണ്ടുവരാൻ മാലിക്കിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുമ്പോ മാലിക്കുന്ന മലക്ക് ചോദിക്കുന്നതാണ്, ജിബ്രീൽ, ഞാൻ എങ്ങനെ കൊണ്ടുവരും ജിബ്രീൽ? അവിടെ ലോകത്തിന്റെ നായകനായ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ പെട്ടവരില്ലേ? അവര് പേടിക്കൂലേ? അവര് കരയൂലേ? അവരെ മനസ്സ് പതറൂലേ? അവരെ കൈകാല് വിറയ്ക്കൂലേ? അവര് നരകം കണ്ട് അത്ഭുതപ്പെട്ടു പോകൂലേ എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അറിയില്ല, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മാലിക്കുന്ന മലക്കിന്റെ ചോദ്യം കണ്ടോ? പൊന്നാര നബിതങ്ങള് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് പുറംതള്ളിക്കളയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അധപ്പതനത്തിന്റെ രീതിയിലേക്ക് എഴുതിത്തള്ളിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലിക്കുന്ന മലക്ക് പോലും ചോദിക്കുകയാണ്, പരലോകത്ത് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമുദായം കാണൂലേ? റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ആ പരിശുദ്ധമായ സമുദായത്തെ ഓർത്തുകൊണ്ട് മാലിക്കുന്ന മലക്ക് പോലും പറയുന്നു, നരകത്തെ കൊണ്ടുവരാൻ എനിക്ക് കഴിയൂല. അല്ലാഹു പറഞ്ഞു, മാലിക്കേ, എല്ലാ പ്രവാചകന്മാരുടെയും സമുദായമുണ്ട്, അതുകൊണ്ട് കൊണ്ടുവന്നോ മാലിക്കേ.
മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ ഒരു ഭാഗത്ത് വലിച്ചഴച്ചുകൊണ്ട് വരുമ്പോ ഇത് ഖുർആനാണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. ബാക്കതി കൊണ്ടുവന്ന കെട്ടുകഥയല്ല, MD വാസുദേവൻ നായരുടെ നോവലല്ല, ഏറ്റുമാനൂർ ശിവകുമാറിന്റെ പ്രേതത്തിന്റെ കഥയല്ല. ഭയം തോന്നണം, ഖുർആൻ ഓടുമ്പോ ഭയം തോന്നണം, ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോ ഭയം നിറയ്ക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. വഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. പരലോകത്തു മാലിക്കുന്ന മലക്ക് കൊണ്ടുവരുന്ന നരകത്തിന്റെ ഒരു ഭാഗം കാണുമ്പോ വഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്, ഒരുപാട് ദൂരെ നിന്നുകൊണ്ട് തന്നെ മാലിക്കുന്ന മലക്ക് കൊണ്ടുവരുന്ന നരകത്തിന്റെ ഒരു ഭാഗം കാണുമ്പോ സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. ആ നരകത്തിന്റെ വിളിയാളോ, ആ നരകത്തിന്റെ ഞരങ്ങലും, ആ നരകത്തിന്റെ അട്ടഹാസവും കേട്ടുകൊണ്ട് അവർ ചോദിക്കുകയാണ്, ഹൽ മറബ്ത മിൻ സബീൽ, പടച്ചവനെ ഇവിടെ നിൽക്കാൻ വയ്യ റബ്ബേ, ഇവിടന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? ഇവിടന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? ഇവിടെ നിൽക്കാൻ വയ്യ. ആ പരലോകത്ത് നരകത്തിന്റെ ഭാഗം കാണുമ്പോ എത്രയോ സഹോദരങ്ങൾ പറഞ്ഞു പോകുമെന്നാണ്. ഒരു വർഷം കൂടി തഴവയിലൊന്ന് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഒരു മാസം മതി പടച്ചോനെ, ഒരു ദിവസം മതി തമ്പുരാനെ, ഞാൻ അവിടെ പോയി നല്ലതുപോലെ ജീവിച്ച് ഈ പരലോകം ഭയന്നവനായി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം എന്ന് അല്ലാഹുവിനോട് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അല്ലാഹു പറയും, മലക്കുകളെ വേണ്ട, അവരെ വീണ്ടും ദുനിയാവിലേക്ക് മടക്കിയാൽ അവർ ഈ പറഞ്ഞതിന്റെ ഇരണക്കേടായി എതിർഭാഗം തന്നെ ചെയ്യും മലക്കുകള്. അതുകൊണ്ട് മനുഷ്യരാണ്, അവര് വന്ന വഴി മറന്നു പോകുന്നവരാണ്, അവര് തെറ്റിലേക്ക് ബന്ധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ മടക്കി വിട്ടാലും വീണ്ടും നന്ദികേട് കാണിക്കും. അതുകൊണ്ട് വിടണ്ട, അവരെ പിടിച്ച് ചങ്ങലക്കിട്ട് വലിച്ചെറിയൂ എന്ന അല്ലാഹുവിന്റെ ആജ്ഞ വരും. അല്ലാഹു കാക്കട്ടെ. നരകത്തിന് 7 കവാടങ്ങൾ. ഈ 7 കവാടത്തിലൂടെയാണ് നരകത്തിലേക്ക് മനുഷ്യർ കടക്കുക. ഓരോ കവാടത്തിലും കടന്നു പോകുന്നവരാരാണെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അവരാരാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. അറിയണേ നരകമിന്റെ ഇറകളെയും തുറക്കുമേ, കടക്കുമേ അതിലെരിയുമേ നിങ്ങൾ ഔവലദിലി ജഹന്നമേ, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. നരകത്തിന് 7 കവാടങ്ങളാണ്. ആ നരകത്തിന് സബ്അതു അബ്വാബ്, 7 വാതിലുകളാണ്. ലികുല്ലി ബാബിൻ മിൻഹും, ഓരോ വാതിലിലൂടെ, ഓരോ കവാടത്തിലൂടെ ജുസ്ഉം മഖ്സൂം, അല്ലാഹു നിശ്ചയിച്ച, അല്ലാഹു തീരുമാനിച്ച ഓരോ വിഭാഗങ്ങളുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഒന്നാമത്തെ കവാടമേതാ? എന്റെ ഈ തഴവ കുറ്റിപ്പുറത്ത് നുസ്രത്തുൽ സാധു സംരക്ഷണ സമിതിയുടെ 2ാമത് വാർഷികത്തിന്റെ പരിപാടിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഈ പറയാൻ പോകുന്ന ഒരു സ്വഭാവ ദൂഷ്യവും നിനക്ക് വരാൻ പാടില്ല. ഒന്നാ, നീ മരിക്കുന്നത് നരകം കണ്ട, നിന്റെ ഖബർ നരകത്തിന്റെ ഭാഗമാണ്, നിന്നെ കുളിപ്പിക്കുന്നത് നരകത്തിന്റെ വെള്ളത്തിലാണ്, നീ ധരിക്കുന്നത് നരകത്തിന്റെ വസ്ത്രമാണ്, നിന്നെ കൊണ്ടുപോയി അടക്കിയത് മുതൽ പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ ഭയാനകരമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. നാറുക്കും ഹാദിഹില്ലദീ യൂഖദു
സയ്യിദുനാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആദം മക്കൾ കത്തിക്കുന്ന ദുനിയാവിന്റെ തീയുണ്ടല്ലോ, ജുസുഉൻ മിൻ 70 ജുസുഉൻ മിൻ അലി ജഹന്നമ, നരകത്തിന്റെ തീയുടെ ചൂടിൽ നിന്ന് 70ൽപ്പെട്ട ഒരു അംശം മാത്രമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ദുനിയാവിന്റെ ചൂടത്ര ഭയാനകരമാണ്, ദുനിയാവിന്റെ തീയത്ര ഭയാനകരമാണ്. പെട്രോളിന്റെ വാഹനം അങ്ങോട്ട് കത്തിപ്പോയാൽ പ്രിയപ്പെട്ടവര് ആ തീ അങ്ങോട്ട് ആളിപ്പടരുമ്പോ 10,000-കണക്കാര മനുഷ്യമക്കള് സെക്കൻഡുകൾ കൊണ്ട് വെന്തുരുകി പോകുന്നത് ദുനിയാവിന്റെ ചൂടിന്റെ തീയുടെ ശക്തിയല്ലേ. ഗ്യാസ് കുറ്റിയുടെ മുമ്പിൽ നിന്ന് പ്രിയപ്പെട്ടവര് അത് പൊട്ടിത്തെറിച്ചു പോയി മക്കളോടൊപ്പം കുടുംബം കത്തിയമർന്നു പോയ കഥ പത്രത്തിലൂടെ വായിക്കുന്നവര്, ഒരു ഗ്യാസ് കുറ്റി അങ്ങോട്ട് പൊട്ടിപ്പടർന്ന് തീയാളി പിടിച്ചിട്ട് ഒരു കുടുംബം മുഴുവനും കത്തിക്കരിഞ്ഞു പോരെങ്കിൽ അത് ദുനിയാവിന്റെ തീയല്ലേ, അത് ദുനിയാവിന്റെ തീയല്ലേ. അപ്പോ പിന്നെ നരകത്തിന്റെ തീയോ, ആ തീ ഖബറിൽ വന്നാലോ, ആ തീ പരലോകത്ത് നമ്മെ ഭയപ്പെടുത്തിയിട്ട് വിചാരണയുടെ വേളകളിൽ നമ്മുടെ കൂടെ നിന്നാലോ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഒരു വിഭാഗത്തിലും നിങ്ങൾ പെടാൻ പാടില്ല. ഒന്നാമത്തെ വാതിലിന്റെ പേരെന്തെന്നറിയോ? ഇസ്മുഹു ജഹന്നം. ഒന്നാമത്തെ കവാടത്തിന്റെ പേര് ജഹന്നം എന്നാണ്. ആരാണ് ജഹന്നമിലൂടെ കടക്കുന്നത്? ജഹന്നമിലൂടെ കടക്കുന്നത് ആരാണ്? വഇദാ ഖീല ലഹു തഖില്ലാ അഖദതുൽ ഇസ്സതു ബിൽ ഇസ്മി ഫഅസ്ബുഹു ജഹന്നം വലബിഇസൽ മിഹാദ്. ജഹന്നമിലൂടെ കടക്കുന്നവരാരാണ്? അല്ലാഹുവിന് തഖ്വ ചെയ്യാൻ പറഞ്ഞാൽ, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ, നിസ്കരിക്കാൻ പറഞ്ഞാൽ, തലമറക്കാൻ പറഞ്ഞാൽ, നോമ്പ് പിടിക്കാൻ പറഞ്ഞാൽ, ഇതൊക്കെ വേറെ ചില ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ, കാശും പവറുമുള്ള ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന അഹങ്കാരികൾ, അവർക്കാണ് നരകത്തിന്റെ ഒന്നാമത്തെ കവാടം. ഇന്ന് തലമറച്ചാൽ അഹങ്കാരത്തിന്റെ മോഡലിലാണ് ചില സഹോദരിമാര് മറയ്ക്കുക. 3 രീതിയിലാണ് തലമറ. ശ്രദ്ധിച്ചോളണേ, 3 രീതിയിലാണ്. DPP വാള കണ്ടോ? ഒന്നാമത്തെ രീതി പഴയകാലമല്ല, ഒരു 3-4 വർഷം കൊണ്ടുണ്ടാവുന്ന ഒരു മാറ്റം. ഒന്നാമത്തെ രീതി ഏതാ എന്റെ സഹോദരങ്ങളേതാ? ഇത്ര തലമറ, ഇത്ര മറച്ചിട്ട് ബാക്കി ഇത്ര രജനീകാന്ത മോഡൽ ഇങ്ങനെ ഫ്രണ്ടിലിട്ടിരിക്കും. എന്നിട്ട് മുടി ഇങ്ങനെ നെറ്റിയിലൂടെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് സൂറാത്ത അങ്ങനെ ഭൂന്ന് ഊതി മുകളിലോട്ട് ഇങ്ങനെ വിട്ടിട്ട് ഒരു പ്രത്യേക മോഡലിലായിരുന്നു കുറെ നാൾ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോഡൽ കുറച്ചു നാളതാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട്, എന്നെ നല്ല ഈമാനുള്ള മോള് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും. ഇത് രണ്ടും കൂടെ പിടിച്ച് ഉദിയേക്ക് മോദിമാമ ബോത്തിന്റെ കാലി കെട്ടണ പോലെ ഇവിടെ ഒറ്റ കെട്ട ഇങ്ങനെ കെട്ടി വയ്ക്കും. ഇത് രണ്ടാമത്തെ മോഡൽ. ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ ഏതാന്ന് പറയാം, 2011 ഏറ്റവും പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഈ ഷാളിന്റെ 2 അറ്റം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ നോക്കി ചുമ്മാ മക്കളും താത്തായും പറഞ്ഞ മാറ്റുണ്ടെന്ന് കൊടുത്താൽ പോരാ, ഇറങ്ങി പോണ പോലെ നോക്കണം. ഇങ്ങനെ കെട്ടും. ഇങ്ങനെ ഇടുമ്പോ നല്ലതുപോലെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, റെഡിയാണ്. അവസാനം പോവാൻ നേരത്തെ ഇങ്ങനെ പിടിച്ച് തോളിയിട്ടുണ്ടെങ്കിൽ പോകും. അപ്പോ സാരിയുടെ മുകളിൽ ഞുറു പോലെ ഇങ്ങനെ കിടക്കും, ചുരിദാറിന്റെ മുകളിൽ ഞുറു പോലെ ഇങ്ങനെ കിടക്കും. ഇതാണ് പുതിയ മോഡൽ. ഇവിടെ ഒരു കെട്ടും കാണും. ഇതാണ് ഇപ്പൊ നമ്മുടെ സഹോദരിമാരുടെ തലയല്ല മറക്കുന്നത്, തോള മറയ്ക്കുന്നത്. പിന്നെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് എന്റെ ഭാര്യ ഇപ്പൊ ഫുൾ കൈ ചുരിദാറെ ധരിക്കുള്ളൂ ഉസ്താദെ, ഇവിടം പോലെ ഇവിടം വരെ ഫുൾ കൈയാണ്. പക്ഷെ എന്താ സംഭവം? നെറ്റാണ്, നെറ്റ്. കൈ ഫുള്ളായിട്ട് കാണാം ഉസ്താദെ. ആ ഫുൾ കൈ കാണാം, ഫുൾ കൈ കാണാന്ന് ഇപ്പൊ പുതിയത്. നമ്മൾ ആലോചിച്ച് നോക്കി, കുറേശ്ശെ ഇങ്ങനെ കാണിച്ച് ഇപ്പൊ ഫുൾ കൈ കാണിച്ചു. ഒരു 2011 ഇപ്പൊ 3-4 കൊല്ലം കൂടെ കഴിഞ്ഞാൽ പിന്നെ നെറ്റ് മാത്രമേ കാണുള്ളൂ ശരീരം മൊത്തം. അപ്പൊ പിന്നെ മൊബൈൽ കൊണ്ട് പുറകെ നടക്കേണ്ട കാര്യമില്ല, വെറുതെ അങ്ങ് നടന്നുകൊണ്ടാ. ഏത് കോലത്തിലായി നമ്മൾ അതിനൊക്കെ നമ്മൾ കൂടെ നിൽക്കുന്നില്ലേ? 65,000 രൂപയുടെ പർദ്ദയാണ് 2 മാസമാണ് ഇറങ്ങിയിട്ട് കാസർഗോഡ് ജില്ലയിൽ. പുതിയ പർദ്ദ 65,000 രൂപ ഒരു പർദ്ദയുടെ വില.
ഒന്നും രണ്ടുമല്ല, 65,000 രൂപയുടെ പർദ. കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ രാഷ്ട്രീയക്കാര് യാത്ര നടത്തുന്ന പോലെ പർദ യാത്ര നടത്താൻ പോവാൻ. ഉടനെ കൊല്ലം ജില്ലയിൽ, അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം ജില്ലയിൽ ഒക്കെ ആ പർദ വരും. സഹോദരിമാരാ പർദ വാങ്ങിയിട്ടാ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കഴുകാൻ പോകുമ്പോ കൂടെ പോകണം നോക്കാൻ, കഴുകി വിരിക്കാൻ പറ്റൂല, കൂടെ നിൽക്കണം, ഉണങ്ങുന്നത് വരെ കൂടെ നിൽക്കണം, പിന്നെ മച്ച അടിച്ചു മാറ്റിക്കൊണ്ട് പോകണമെന്ന് നോക്കണം. 65,000 പർദ അത്രയും വില കൂടാനുള്ള കാരണം ആ പർദയുടെ ഏറ്റവും താഴ്ഭാഗത്ത് സ്വർണത്തിന്റെ 4 പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സഹോദരിമാർ ഇപ്പൊ പറയും, ചുമ്മാതല്ലടി അത്രയും വില. ഞാൻ ആലോചിക്കുകയും ചെയ്തു, തുണിക്ക് ഇത്ര വില. തുണിക്കല്ല വാപ്പ, സ്വർണത്തിന്റെ 4 പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ പർദയുടെ താഴ്ഭാഗത്ത്. അപ്പോ നല്ലതൊക്കെ അഹങ്കാരികളാണ്. ജനങ്ങൾ ഇങ്ങനെ പുറംകാലുകൊണ്ട് വലിച്ചെറിയും. നുസ്രത്തുല്ലരാവിന്റെ പാവപ്പെട്ട സഹോദരങ്ങൾ ചെന്ന് പറയുന്നു, ഇക്കാ അല്ലെങ്കിൽ ഉപ്പാദങ്ങൾ ഇവിടെ ഇപ്രാവശ്യം ഒരു പരിപാടി വെക്കാൻ പോവാണെന്ന് പറയുമ്പോ നിനക്കൊന്നും വേറെ ജോലിയില്ലേടാ, നിങ്ങൾ സഹായിച്ചിട്ട് ഇവിടെ എല്ലാവരും അങ്ങ് രക്ഷപ്പെട്ടു പോയി, നിങ്ങൾ ഇറങ്ങി കെട്ടിക്കാനില്ലെങ്കിൽ പിന്നെ എല്ലാ മക്കളും അങ്ങ് വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞ് തുടയും ചൊറിഞ്ഞ് മുറുക്കാനും തിന്നുകൊണ്ട് പിശാചിന് കൈയടിച്ച് ഒത്താശ പാടുന്ന ഈ നാട്ടുകാരാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. മോനെ, അത് അഹങ്കാരത്തിന്റെ കടിയാണ്, അത് അഹങ്കാരത്തിന്റെ ചെറിയാണ്. ബഹുമാനപ്പെട്ട തലവാ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദ് കിടക്കുന്ന പള്ളിയുടെ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ് അഹങ്കാരം. തലവ ഉസ്താദിനില്ലാതെ പോര അഹങ്കാരം, തലവ ഉസ്താദ് നിർത്തുപോര അഹങ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്റെ പേര് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. നമ്മുടെ മനസ്സിന്റെ അഹന്തയുടെ അഹങ്കാരത്തിന്റെ എല്ലാ കോലങ്ങളെയും അല്ലാഹു നശിപ്പിച്ചിട്ട് വിനയത്തിന്റെ പ്രതീകമാക്കി അല്ലാഹു നമ്മെ മാറ്റട്ടെ. അഹങ്കാരികൾക്കാണ് നരകത്തിന്റെ ഒന്നാമത്തെ കവാടം. നമ്മുടെ നാട്ടിലും അഹങ്കാരികൾക്ക് തന്നെയാണല്ലോ 1ാം സ്ഥാനം. ചില പള്ളി പരിപാലിക്കുന്ന പരിപാലകർ പറയൂലേ ഉസ്താദിനോട്, ഖജാൻജി വന്നിട്ട് പറയും, ഉസ്താദേ ഇവിടെ ജോലി സ്ഥിരമാവണമെങ്കിൽ ഒരു നിബന്ധന കൂടിയുണ്ട്, പ്രസിഡന്റ് ഇപ്പൊ വരുമ്പോ ഒന്ന് എഴുന്നേൽക്കണം. ഉസ്താദ് പറയും, അതീ കുറച്ചുള്ള ജോലി മതി. എന്തൊക്കെ നിബന്ധന എന്നറിയോ? ചില ആൾക്കാരൊക്കെ മഹലിൽ വരുമ്പോ ഉസ്താദ് എഴുന്നേറ്റ് അസ്സലാമു അലൈക്കും, ഇരിക്കും ഉസ്താദേ, ഇന്ന് പറഞ്ഞ് ഇരിക്കണം, ഇരിക്കും സാറേ എന്ന് പറഞ്ഞ് ഇരുത്തണം, ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റൂല. അഹങ്കാരത്തിന്റെ രൂപങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പോലും കടന്നു വന്നപ്പോൾ എഴുന്നേറ്റ സഹാബത്തിനോട് മുത്തുനബി പറഞ്ഞു, വേണ്ട, എന്നെ കാണുമ്പോ നിങ്ങൾ എഴുന്നേൽക്കല്ലേ. സഹാബത്ത് എഴുന്നേൽക്കാതിരിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവര്, അത് മുത്തുനബിയോടുള്ള ആദരവല്ലേ. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് അഹങ്കാരം വരാൻ പാടില്ല. ഉസ്താദിനെ കാണുമ്പോ എഴുന്നേറ്റു, പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോ എഴുന്നേറ്റു, അവരോടുള്ള ബഹുമാനമല്ല, അവരുടെ ഇൽമിനോടുള്ള ആദരവാണ്. അവർ പഠിച്ച ഖുർആനിനോടുള്ള, അവർ പഠിച്ച ഹദീസിനോടുള്ള ബഹുമാനമാണ്. വിനയം നമ്മുടെ മനസ്സിന്റെ മുഖമുദ്രയാകണം. അഹങ്കാരികൾക്ക് എവിടെയും 1ാം സ്ഥാനം വേണം, അഹംവാദികൾക്ക് എവിടെയും 1ാം സ്ഥാനം വേണം. ആ സ്ഥാനം ആഖിറത്തിലാണ് അഹങ്കാരികൾക്ക് അല്ലാഹു തരാൻ പോകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, ഷഹീദാകാൻ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു. നിർണായകരമായ ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ എല്ലാവരും ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അമീറായി പോയതുകൊണ്ട് എല്ലാവരും ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് വിളിച്ചു പറയുകയാണ്, ഇന്ന് നമ്മുടെ യുദ്ധം ജയിക്കുമല്ലോ, ഇന്ന് നമ്മൾ വിജയിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോ വന്ന ജനങ്ങളെല്ലാം ഖാലിദിന്റെ പേര് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് കൊടുത്തയച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് തന്റെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വേറൊരാളെ അമീറായിട്ട് നിശ്ചയിച്ചു എന്ന് കത്ത് കൊടുത്തയച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഉമറേ, ജയിക്കൽ ആവശ്യമായ നിർണായകരമായ യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് അമീറിന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ കൊണ്ടുവന്ന കണക്കുകളൊന്നും ശരിയല്ല, കണക്കിൽ കൃത്രിമത്വമുള്ള, കണക്കിൽ കൃത്യതയില്ലാത്ത ഒരു യുദ്ധത്തിന്റെ
അമീറാകാൻ പറ്റൂല, അതുകൊണ്ടാണ് മാറ്റിയെന്ന് പറഞ്ഞപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണക്കിന്റെ വിഷയത്തിൽ എനിക്ക് അല്പം കുറവുള്ളത്, എനിക്കൊരല്പം തെറ്റുപറ്റുന്നത് നേരത്തെ അവിടത്തേക്ക് അറിയാമല്ലോ, പിന്നെ എന്തേ എന്നെ അമീറായിട്ട് നിശ്ചയിച്ചതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തല കുനിച്ചു വെച്ചിരിക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് അറിയാം, അതുകൊണ്ടല്ല എന്നെ അമീറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്, വേറെന്തോ തക്കതായ കാരണമുണ്ടാകും. ആ കാരണം എന്തെന്നറിയാനുള്ള ആർത്തി കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മുഖം ഇങ്ങനെ നിവർത്തി വെച്ച് നോക്കുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തേ ഉമറെ അവിടുന്ന് കരയാനുണ്ടായ കാരണം എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഖാലിദേ, നിനക്ക് നരകത്തെ പേടിയില്ലേ? ഖാലിദേ, നരകത്തെ നീ പേടിക്കുന്നില്ലേ? ഖാലിദേ. ഖാലിദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എന്നെ അമീറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് നരകവുമായിട്ട് എന്ത് ബന്ധമാണ് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അണു അളവ് അഹങ്കാരം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവര് സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? അവർക്ക് നരകമല്ലേ, നരകത്തിന്റെ ഒന്നാമത്തെ കവാടമല്ലേ? അതുകൊണ്ട് ഖാലിദേ, ഇത്രയും ജനങ്ങൾ നിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുമ്പോ, നിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോ, ഖാലിദേ, നിന്റെ മനസ്സിലേക്ക് നീ ഇച്ചിരി കഴിവുള്ളവനാണെന്ന ചിന്ത വരുന്നത് അഹങ്കാരമല്ലേ? അങ്ങനെ അഹങ്കാരം വന്നാ നിനക്കല്ലാഹു ആഗ്രഹിക്കുന്ന സ്വർഗം തരൂലല്ലോ, നിനക്കല്ല നരകം തരുമല്ലോ. അത് പേടിച്ചുകൊണ്ടാണ് യുദ്ധം തോക്കുന്നെങ്കിൽ പോട്ടെ, പക്ഷേ നിനക്ക് നരകം കിട്ടാൻ പാടില്ല എന്ത് ചിന്ത കൊണ്ടാണ് നിന്നെ ഞാൻ മാറ്റിയതെന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വാരിപ്പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോരെങ്കില്, എന്റെ തലവാ കുറ്റിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ അഹങ്കാരം പിടിപെട്ടിട്ടില്ലേ? പല രീതിയിലാണ് അഹങ്കാരം വരിക. ഏറ്റവും അധികം അഹങ്കാരം വരുന്നത് പണത്തിന്റെ പേരിലാണ്. പണത്തിന്റെ പേരിൽ അഹങ്കരിക്കല്ലേ. പണത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ച ഒരാളുണ്ടായിരുന്നു. അതാരായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നു. സൂറത്തുൽ ഖസസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന ഖാറൂൻ കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. ഖാറൂൻ എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിന്റെ രൂപം കൊണ്ട് നൃത്തം ചവിട്ടിയ മനുഷ്യനുണ്ടായിരുന്നു. മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു. എന്തേ? അല്ലാഹു ഒരുപാട് പണം കൊടുത്ത് അഹങ്കരിച്ചു. വൈകുന്നേരങ്ങളിൽ തന്റെ ശരീരത്തിന്റെ തങ്കാഭരണങ്ങളെ പുറത്ത് കാണിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ പാവപ്പെട്ട ജനങ്ങളാ ഖാറൂനിനെ നോക്കിയിട്ട് പറയും, യാ ലൈതനീ മിസ്ലമാ ഊതിയ ഖാറൂൻ. ഖാറൂനിന് കൊടുത്തതുപോലെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. തഴവാ കുറ്റിപ്പുറത്തിന്റെ പരിസരത്തുള്ള പാവപ്പെട്ടവര് ചിന്തിക്കാറില്ലേ? വില കൂടിയ വാഹനത്തിൽ അയൽവാസിയാറെ സഹോദരി ചാരിയിരുന്ന് പോകുമ്പോ, അയൽവക്കക്കാര് 4 നില മണിമാളിക പണിയുമ്പോ, ലക്ഷക്കണക്കിന് രൂപയുടെ അടിച്ചുപൊളിക്കൽ അവരുടെ വീട്ടിൽ നടക്കുമ്പോ, ഒരു മോള കല്യാണം 100 കോടി രൂപയുടെ സ്വർണം ചെലവഴിച്ചുകൊണ്ട് നടത്തുമ്പോ അത് കണ്ട് അത്ഭുതപ്പെടുന്ന പെണ്ണേ, നീ മനസ്സുകൊണ്ട് ചിന്തിക്കാറില്ലേ? യാ ലൈതനീ മിസ്ലമാ ഊതിയ ഖാറൂൻ. ഖാറൂൻ എന്ന മനുഷ്യന് കൊടുത്തതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിച്ച ജനതയെ പോലെ ചിന്തിക്കാറില്ലേ? എന്നാൽ അതിന്റെ മനസ്സിന്റെ കത്ത് അരക്കിട്ടുറപ്പിച്ച വിശ്വാസമുള്ള മുത്തഖീങ്ങൾ എന്താ പറഞ്ഞത്? ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. എടോ ഖാറൂനേ, നീ ഒരുപാട് ചാടണ്ട, നീ ഒരുപാട് അഹങ്കരിക്കണ്ട, നീ ഒരുപാട് ആഹ്ലാദിക്കണ്ട. ഒരുപാട് അതിരികണം ആഹ്ലാദിക്കണ്ട.
വിശ്വാസികൾ പറഞ്ഞു കൊടുത്തു. അവസാനം ഖാറൂനിന്റെ കൊട്ടാരവും ഖാറൂനും ഭൂമിയുടെ ഒരു ഭാഗം പിളർത്തി അള്ളാഹു അതിന്റെ അകത്തിട്ട് അടച്ചു. എന്നിട്ട് അള്ളാഹു അദാബ് കൊടുത്തത് ഖുർആൻ വ്യക്തമാക്കി. പെരുമ്പാവൂർ ടൗണിൽ 3 കോടി രൂപയുടെ ഭക്ഷണമാണ് ഒരു മോളെ കല്യാണത്തിന് വാപ്പിച്ചു വെച്ചത്. മുസ്ലിമാണ്. 3 കോടി രൂപയുടെ ഭക്ഷണം. എത്ര പാവപ്പെട്ടവരുണ്ടെന്നറിയോ? ഒരു മിന്നു കെട്ടാൻ നിവർത്തിയില്ലാതെ, ഒരു രോഗത്തിന് മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ, മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ടവരെ മൂത്ത മകന് ക്യാൻസർ വന്നതുകൊണ്ട് ഉമ്മയും ഉപ്പയും കൂടി തീരുമാനിച്ചു മക്കൾക്കും വിഷം കൊടുത്ത് സ്വന്തം വിഷം കഴിച്ച് ചത്തുകളയാം, ലോകത്ത് നിന്ന് റൂഹിനെ വെടിയിപ്പിച്ച് കളയാമെന്ന് തീരുമാനിച്ചു. മലപ്പുറത്ത് ഹോസ്പിറ്റലിൽ നിന്ന് 2.5 വർഷത്തെ ചികിത്സ കഴിഞ്ഞ് തിരുവനന്തപുരം RCCയിലേക്ക് 13കാരനായ മോനെ കൊണ്ടുവേണമെന്ന് ഉപ്പയോട് പറഞ്ഞപ്പോ ഇപ്പൊ മോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇനി ആരോട് ചോദിക്കാനാണ്, ഇനി ആരോട് ചോദിക്കാനാണ്? സംഘടനക്കാര് തന്നു, പ്രസ്ഥാനക്കാര് തന്നു, പള്ളിക്കാര് തന്നു, നാട്ടുകാര് തന്നു, വീട്ടുകാര് തന്നു. ക്യാൻസർ എന്ന രോഗത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്നാൽ ജീവനും പോവും, സമ്പത്തും പോവും, സ്വസ്ഥതയും പോവും, ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിന് സമാധാനവും പോകും. വല്ലാത്ത രോഗമാണ്. അല്ലാഹു ഈ സരസിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്ന ആരുടെയെങ്കിലും കുടുംബത്തിൽ ആ രോഗം ബാധിച്ചവരുണ്ടെങ്കിൽ കരുണക്കടലാര ശാഫിയാര കാഫിയായ നാദാ, ഈ നാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനനായ ഉസ്താദിന്റെ പോരിശ കൊണ്ട് നുസ്രത്തുൽ അനാം സാധു സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ രോഗങ്ങളിൽ നിന്ന് അവരെ പരിപൂർണമായി നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. വന്നാൽ ആ രോഗമൊക്കെ മാറുന്ന കാര്യം വലിയ പാടാണ്. അവസാനം ആ ഉപ്പ പോയി 20 രൂപയ്ക്ക് വിഷം വാങ്ങിക്കൊണ്ടുവന്നു. ഭാര്യയോട് പറഞ്ഞു, നമുക്ക് മക്കൾക്ക് കൊടുക്കാം. ഭാര്യ പറഞ്ഞു, എങ്ങനെ കഴിയുന്നു, എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു അങ്ങനെ പറയാ? ആ പിതാവ് പറഞ്ഞു, പെണ്ണെ, എന്റെ മുമ്പ് കിടന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ രോഗത്തിന് ചികിത്സിക്കാൻ നിവർത്തിയില്ലാതെ മുമ്പ് കിടന്ന് ഉപ്പാ ഉമ്മാന്ന് വിളിച്ചു വിളിച്ചു ഉരുകി 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 മരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ മരിക്കലല്ലേ. ഒന്നെങ്കിൽ ചികിത്സിക്കാൻ പൈസ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ മരിക്കണം. അങ്ങനെ തീരുമാനിച്ചു. 3 ആൺമക്കൾ. 3ാമത്തെ പൊന്നുമോന് ആദ്യത്തെ ആളിന് വിഷം കൊടുത്തു, 2ാമത്തതിന് കൊടുത്തു. 3ാമത്തത് 2 വയസ്സിനകത്ത് പ്രായമുള്ള പുഞ്ചിരി പോലും മായാത്ത ഒരു പൊന്നോമന കുട്ടനായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച് മണിക്കൂറുകളോളം ചുംബനം കൊടുത്തിട്ട് ആ കുഞ്ഞിന്റെ വാക്യവത്ത് പോലും വിഷച്ചോറ് വാരി വെച്ചു കൊടുത്തിട്ട് 5 പേരാ മലപ്പുറത്ത് വീടിന്റെ അകത്ത് 5 പേര് മരിച്ചു വീട് കിടന്നു പോരെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു തരുന്ന പണം കൊണ്ട് പാവപ്പെട്ടവരെ മറന്ന് അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളായി മാറുമ്പോ നരകത്തിന്റെ 1ാമത്തെ കവാടമാണ്. വഹസുബുഹു ജഹന്നം വഹസുബുഹു ജഹന്നം വഹസുബുഹു ജഹന്നം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അഹങ്കാരത്തിന്റെ രൂപങ്ങളായി കല്യാണ വീടുകൾ മാറുന്നില്ലേ? ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെച്ചോറ്റിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറ് കറിയും പ്രഥമനും കിഴക്കോട്ട്, കൈ കഴുകുവാൻ പോകേണ്ടതാ താഴോട്ട്. അങ്ങനെ പറഞ്ഞ നമ്മളറിഞ്ഞിട്ടൂടെ ഉണ്ടായിരുന്നില്ല. ആ അൽമവാഹിബുൽ ജലിയൊക്കെ വായിച്ചു നോക്കണം. വാങ്ങി അലമാര കൊണ്ട് വെച്ചാൽ പറ്റൂല. അതൊക്കെ നോക്കണം. അതിനകത്തുള്ളതാ എന്ത് രസമായിട്ടാ പറഞ്ഞെന്നറിയോ? അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പലർക്കും അത്ഭുതമാണ്. അത്ഭുതത്തിന്റെ രാജകുമാരനാണ് അല്ലാഹു. അദ്ദേഹത്തിന്റെ ഗുരുത്വം നമുക്ക് തരട്ടെ. ഞാൻ മെനിയാന്ന് വാത് പറഞ്ഞ സ്ഥലത്ത് തഴവസ്ഥാനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്നിവിടെ സിയാറത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു അവരോട്, എവിടെയൊക്കെ നിങ്ങൾ സിയാറത്തിന്, വിമാപ്പള്ളി, കടുവപ്പള്ളി, ആറ്റിങ്കര, ഏർവാടി എല്ലായിടത്തും നിങ്ങൾക്ക് തഴവസ്ഥാന്റെ കബറൊന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റും? എന്ത് ചോദിച്ചു? ആരോടെ ചോദിച്ചു? ഉസ്താദുമാരോടെ ചോദിച്ചത്. ഉസ്താദുമാരെ നിർബന്ധമായും ചെയ്തിരിക്കണം സിയാറത്ത്. കാരണം ഉസ്താദിന്റെ ഉസ്താദിലെ ഇവിടെ കിടക്കാം, അവിടെ ചെല്ലുമ്പോൾ ഇൽമ കിട്ടും, ഉറപ്പാണ്. അങ്ങനെ ഒരു സുഹൃത്ത് ഇന്നിവിടെ സിയാറത്തിന് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വന്നപ്പോൾ നിങ്ങളുടെ പോസ്റ്ററൊക്കെ വിളിക്കുകയാണ്, ഏതായാലും വാത് കുറച്ചു നേരം കേട്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു. പോയോന്നറിയില്ല. ഏതായാലും പ്രിയപ്പെട്ടവർ, അദ്ദേഹം പറയാ കല്യാണത്തിന്റെ മാമാങ്കം
അടുത്ത് ഞാനൊരു കല്യാണത്തിന് പോയി. വലിയ വലിയ പണക്കാരുടെ കല്യാണത്തിന് അങ്ങനെ പോവാതിരിക്കലാണ് പതിവ്. അങ്ങനെ പോയി ചെന്നപ്പോ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ കാശ് കൊടുത്ത ഒരു ഓഡിറ്റോറിയം. അതിപ്പോ കുഴപ്പമില്ല, നമ്മളിപ്പോ പണക്കാരാണ്, നമുക്കിപ്പോ അതനുസരിച്ചുള്ള ജനങ്ങളൊക്കെ വരും, വലിയ ഓഡിറ്റോറിയം വേണം, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന്റെ ഉള്ളിൽ പിന്നെ അനാവശ്യമായി കുറെ പേക്കൂത്തുകൾ. ചെല്ലുമ്പോ 2 ആർച്ചിന്റെ ചോട്ടിൽ 27കാരിയായ 2 പെൺകുട്ടികൾ അവിടെ ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കും. വെള്ള സാരിയിൽ കറുത്ത ബോർഡർ ഇങ്ങനെ ഉണ്ട്, അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ വെള്ളയൊക്കെ പൂശി പാരലോലിയൊക്കെ തേച്ച് ചുണ്ടൊക്കെ ആണെങ്കിൽ ചുമപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കാൻ. കുറെ ചെറുപ്പക്കാര് മൊബൈലും കൊണ്ട് എല്ലായിടത്തും ഉണ്ട്, ക്ലിക്കോ എന്ന് പറഞ്ഞ് കുറെ എണ്ണം. ദവാനിയത്തിന്റെ മലക്കുകൾ ഒരു അടുത്ത് വരില്ല, അത്രയ്ക്ക് വെറുപ്പാണ്. അങ്ങനെ കുറെ എണ്ണം ക്ലിക്കോ കാട്ടിക്കുമ്പോ ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോ വെൽക്കം മുസ്ലിയാരെ, വെൽക്കം. ഞാൻ പറഞ്ഞു വെൽക്കം മുസ്ലിയാരല്ല, നൗഷാദ് മുസ്ലിയാർ. അങ്ങനെ വെൽക്കം മുസ്ലിയാരായിട്ട് കുറെ ആൾക്കാർ നിൽപ്പുണ്ട്. 3 കോടി രൂപയുടെ ഭക്ഷണമേ. തലേ ദിവസം MG ശ്രീകുമാറിന്റെ ഗാനമേള, കല്യാണത്തിന്റെ അന്ന് എരഞ്ഞോളി മൂസാറ ഗാനമേള. എന്നാലും അങ്ങോട്ട് ദഹിക്കുള്ളൂ. ഒരു ഉമ്മാമ പറഞ്ഞതാ, എരഞ്ഞോളി മൂസായെ കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ട ഉസ്താദെ, ആളിച്ചിരി ഉള്ളെങ്കിലും ഉള്ളത് കാതലാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ, ഞാൻ ശരിക്കും കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മോശമായതല്ലേ നമ്മൾ എടുക്കുള്ളൂ. അദ്ദേഹത്തിന്റെ പാട്ട് നമ്മൾ കേൾക്കാൻ പറഞ്ഞാൽ താത്തമാര് കേൾക്കുന്നത് ഏതാ? മോശമാണ്, ഏറ്റവും വൃത്തികെട്ട, അല്ലെങ്കിൽ സെക്സ് റാക്കറ്റുകൾ പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള ഭാഷകളുള്ള മാപ്പിളപ്പാട്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ നമുക്ക് ദഹിക്കുള്ളൂ. മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. ആ വരിയുടെ അർത്ഥം മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. മിഅ്റാജ്, അതുപോലും സ്വപ്നം എന്ന് പറയണ മടയന്മാരല്ല, എന്ത് ചെയ്യാൻ പറ്റും? മിഅ്റാജ് പോലും സ്വപ്നമാണെന്ന് പറയാം, വിഷയത്തിൽ നിന്ന് മാറുന്നില്ല, മടങ്ങി വരുന്നു. റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ എനിക്ക് വല്ലാത്ത ഒരു അനുഭവമാണ്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. തിരിച്ചു വരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ പണം കൊണ്ടുവന്ന മോള കല്യാണത്തിന് അഹങ്കാരത്തിന്റെ രൂപം പടിയുന്നവരെ, അങ്ങനെ വീടിന്റെയും നാടിന്റെയും എല്ലാ പ്രശസ്തിയുടെയും പവറിന്റെയും പ്രതിരൂപം പണം കൊണ്ട് നിങ്ങൾ നൃത്തം ചവിട്ടുമ്പോ ഓർക്കണേ, വമ്മ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. നീയൊന്ന് മറിഞ്ഞു വീണുപോയാൽ നിന്റെ പണത്തിന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റൂല. ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് കെട്ടിവെക്കാൻ പറ്റോ? 21 ദിവസം ചടയമംഗലത്തുള്ള മുഹമ്മദ് റാഫി എന്ന സഹോദരൻ തിരുവനന്തപുരം അനന്തപുരിയിൽ ബോധമില്ലാതെ കിടന്ന് 21 ദിവസമാണ്. 2 വീലർ അപകടത്തിൽപ്പെട്ട് പോസ്റ്റിലേക്ക് തല പോയിടിച്ചിട്ടു. 22ാമത്തെ ദിവസമില്ലേ ആ സഹോദരൻ മരണപ്പെടുമ്പോ കൂട്ടുകാര് ലക്ഷങ്ങൾ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന്റെ മുമ്പ് വെച്ചില്ലേ? ആ ജീവൻ തിരിച്ചു കിട്ടാൻ പറ്റൂലല്ലോ. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. നീ ഒന്ന് മറിഞ്ഞു വീണുപോയാ നിന്റെ പണക്കെട്ടിന് നിന്നെ പിടിച്ചേൽപ്പിക്കാൻ പറ്റൂലല്ലോ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും മാറാത്ത രോഗത്തിൽ നിന്ന് കടയാതെ പടച്ചോനെന്നെ കാത്തുരക്ഷിക്കട്ടെ. പള്ളിയുടെ നടയിൽ പോയി കറച്ചീപ്പ് വിരിച്ചുകൊണ്ട് ഷാള് വിരിച്ചുകൊണ്ട് എന്റെ മോന് ഓപ്പറേഷനാണ്, എന്റെ മോൾക്ക് കാല് സുഖമില്ല, കിഡ്നി തകരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജുമാകളിൽ ഇറങ്ങിപ്പോകുന്നവരിട്ട് തരുന്ന 2 രൂപയും 5 രൂപയും നുള്ളിപ്പടക്കിയെടുക്കുന്ന ഗതികേട് അല്ലാഹു നമ്മെ തന്ന് മാറ്റിത്തരട്ടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലും കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കരുണക്കടലായ നാഥ, അവരെ നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, നുസ്രത്തുൽ അനാമിന്റെ സാധുക്കളായ പാവപ്പെട്ട സഹോദരങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അവർ കുറെ ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. നിക്കാഹിന് വേണ്ടി 3ഓളം അപേക്ഷകളാണ് ഇതിനു മുമ്പ് വന്നത്. ഈ സംഘടന വേണ്ടെന്ന് പറയുന്ന സമ്പന്നര്, നിങ്ങൾക്ക് അപേക്ഷ സ്വീകരിച്ചിട്ട് ഒരു 10 രൂപ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റോ? നല്ലത് വേണ്ടെന്ന് പറയുന്ന സ്വഭാവം നമുക്ക് പണ്ടേ ഉള്ളതാണ്. നിങ്ങളെല്ലാവരും 1 രൂപ വെച്ച് കൊടുത്താൽ 1000 രൂപയാവൂല്, 10 രൂപ വെച്ച് കൊടുത്താൽ 10,000 ആവൂല്. അൽഹംദുലില്ലാഹ്, തലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ നിങ്ങൾ പറയും, ഉസ്താദേ ആ മക്കൾക്ക് കൊണ്ടുപോയി പുട്ടടിക്കാനുള്ളതാണ്, അവർക്ക് കൊണ്ടുപോയി ബിരിയാണി കഴിക്കാനുള്ളതാണ് എന്നൊക്കെ നിങ്ങൾ പറയും. കൊണ്ടുപോയി തിന്നിട്ട്, തിന്നാൽ അവരും അവരുടെ പടച്ചറബുമായിട്ടാണ് അവർ നേരിടാൻ പോകുന്നത്. നിങ്ങളെ അല്ലാഹു പിടിക്കൂലല്ലോ. നല്ല നിയത്തോടുകൂടി നിങ്ങൾ ഇവിടെ
കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം സുനിശ്ചിതമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് അഹങ്കാരത്തിന്റെ കോട്ടപടിയാ നിൽക്കുന്നവർ, അഹംഭാവത്തിന്റെ പ്രതിരൂപങ്ങളായി മാറുന്നവർ, അതിനെയെല്ലാം തല്ലി ഉടച്ചിട്ട് വിനയത്തിന്റെ മാതൃകയായി മാറാൻ എന്റെ സഹോദരങ്ങൾ ശ്രമിക്കണം. ഒന്നാമത്തെ കവാടം അഹങ്കാരികൾക്കുള്ളതാണ്. രണ്ടാമത്തതോ നരകത്തിന്റെ രണ്ടാമത്തെ കവാടത്തിന്റെ പേരിൽ ലലാ എന്നാണ്. ലലാ സാമ്പത്തിക സൂക്ഷ്മതയില്ലാത്തവരാണ് അതിൽ കടന്നു പോകുന്നത്. സാമ്പത്തിക സൂക്ഷ്മതയില്ലാത്തവരാണ് അതിനകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പലിശയ്ക്ക് കൊടുത്തുകൊണ്ട് പലിശ വാങ്ങിക്കൊണ്ട് കള്ളു കച്ചവടം നടത്തിയിട്ട് വ്യഭിചാരം നടത്തിയിട്ട് പണമുണ്ടാക്കുന്നവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ കവാടം ലലാ എന്നാണ് പേര്. അതിലൂടെ കടക്കുന്നത് സാമ്പത്തിക സൂക്ഷ്മതയില്ലാത്തവരാണ്. ഇന്ന് പണം എങ്ങനെ സമ്പാദിക്കണമെന്നുള്ള ചിന്തയാണ് പലരുടെയും മനസ്സിലുള്ളത്. സഹോദരങ്ങളെ, ഹൈറായ രീതിയിലൂടെ പണം സമ്പാദിച്ചാൽ അതിനൊരു ബറക്കത്താണ്. ഹറാമിലേക്ക് വിട്ടുപോകാതെ പണം സമ്പാദിച്ചാൽ അതിനൊരു ബറക്കത്താണ്. പലിശ എന്ന് പറയുന്നതിന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് തകർത്ത് തിമിർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് പോകുന്നവര് പോലും പോയിട്ട് വന്നിട്ട് പോലും പലിശയുടെ ബാക്കി വാങ്ങുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം കൊട്ടേഷൻ ടീമിൽ പ്രവർത്തിച്ചുകൊണ്ട് കൈവെട്ടിയിട്ട് കാല് വെട്ടിയിട്ട് തല വെട്ടിയിട്ട് ഗുണ്ടാപിരിവ് നടത്തിയിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഉദരപൂരണം നടത്തുന്നവരാണ് ഒഴിവാക്കണം. അപ്പമാരുടെ മനസ്സിലൊക്കെ ചിന്ത 5 മക്കളുണ്ടെങ്കിൽ ഒരാൾ ഗുണ്ടയായിരിക്കണമെന്ന്. ഒരാൾ ഹാഫിദ്, ഒരാൾ ആലിം, ഒരാൾ ഗുണ്ട. കാരണം വാപ്പാക്ക് ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാൻ തടകയിൽ ആരും വിരട്ടൂല. വിരട്ടിയാൽ എന്റെ മോനെ ശുക്കൂറിനെ ഇപ്പൊ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞ് മൊബൈൽ എടുക്കുമ്പോ വേണ്ട ഒന്നും വേണ്ട, അവനെ വിളിക്കണ്ട. അതിനുവേണ്ടി ഒരു ഗുണ്ട ആവശ്യമാണ് പറയാം. ഒരു സ്ഥലത്ത് വാതിന് പോയപ്പോ മുടിയൊക്കെ ഇവിടം വരെ വളർത്തി ഒരു സഹോദരൻ, സാറേ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണം, കൈയൊക്കെ നല്ല തഴമ്പ്. എന്താണ് ബിസിനസ്? ഞാനൊരു ചെറിയ ഗുണ്ടയാണ്. അല്ലാഹുമ്മ അൻസിൽ ഫീ ഗുണ്ട വൽ ഗുണ്ട എന്ന് ദുആ ചെയ്യാൻ പറ്റും. ചെറിയ ഗുണ്ടയാണ് പോലും ആലോചിച്ച നമ്മൾ. അപ്പോ അങ്ങനെ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് തട്ടിയെടുത്തുകൊണ്ട് ഇന്നുണ്ടല്ലോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. പാരൻ അല പാരിഹിം എന്ന് പറഞ്ഞ പോലെ ഒരാൾ മറ്റൊരാൾക്ക് പാരയാണ്. നേരം വെളുക്കും പറയാം മറ്റോ മൊബൈൽ എടുത്ത് അല്ലോട് നോട്ടോട്ട നേരം വെളുക്കുമ്പോൾ ഓടുക. എന്നിട്ട് പാര വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കരയിപ്പിച്ചുകൊണ്ട് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കൂടപ്പുറപ്പിനെ വരെ ചവിട്ടിത്താഴ്ത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പണമുണ്ടാക്കിയെന്ന് അഹങ്കാരത്തോടെ പറയുന്നവരാലോചിച്ചോ. ഇന്നലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാ. എല്ലാ സമുദായത്തിനും അല്ലാഹു ഫിത്ന കൊടുത്തിട്ടുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽമാ. എന്റെ സമുദായത്തിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഫിത്ന അത് സമ്പത്താണ്. അത് സമ്പത്താണ്. അത് ക്യാൻസറല്ല, ട്യൂമറല്ല, എയ്ഡ്സ് അല്ല, സമ്പത്താണ് എന്ന് ലോകത്തിന്റെ നായകൻ പറയുമ്പോൾ ആ സമ്പത്ത് വരുമ്പോ നമ്മുടെ രൂപം മാറുന്നില്ലേ? നമ്മുടെ കോലം മാറുന്നില്ലേ? നമ്മുടെ ഭാവം മാറുന്നില്ലേ? പ്രമാണമില്ല സൊസൈറ്റിയിൽ വെച്ച് കേൾവിപ്പോവാണ്. ഉസ്താദിനോട് വന്ന് പറയുന്നു 100 രൂപ ഉസ്താദിന് കൊണ്ട് കൊടുത്ത് ദുആ ചെയ്യണം. സാറേ ഞാൻ രക്ഷപ്പെട്ടാ നിങ്ങളെ ടൈമാണ്, നിങ്ങളെവിടെ ആരും ഒന്നും പറയൂല, മാസാമാസം ഞാൻ തരും 10,000 രൂപ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണം. ചെറ്റക്കൂലൊക്കെ പണയപ്പെടുത്തിയിട്ട് പോവാൻ മാമാക്ക് 50 രൂപ, അസിസ്റ്റന്റിന് 75 രൂപ, ഉസ്താദിന് 100 രൂപ കണക്കാക്കി കൊടുത്ത് കേൾവിപ്പോയി. ഉസ്താദ് കരഞ്ഞു വിളിച്ചൊരു ദുആ അങ്ങോട്ട് ചെയ്ത് ചെന്ന് കയറിയ ഉടനെ അവൻ തിരിച്ച് നാട്ടിൽ വിളിച്ചു, ഉമ്മച്ചി ഉസ്താദിന്റെ ദുആ കബൂലായി ഉമ്മ. കണ്ണു കണ്ടുകൂടാത്തൊരു പൊട്ടൻ അറബിയാണ് എനിക്ക് കിട്ടിയതല്ല, എത്ര വാരിക്കൊണ്ടുവന്നോ ഒന്നോടൊമ്മ അറിയൂല. ഉസ്താദ് കിടിലൻ തന്നെ. 2 കൊല്ലം അവിടെ നിന്ന് 25 കൊല്ലം ഒരാൾ നിന്ന് മോട്ടിച്ചാ കിട്ടുന്ന പൈസ മൊത്തം ഉണ്ടാക്കി നാട്ടിൽ വന്നു. വന്നപ്പോ ഉസ്താദ് വിചാരിച്ചിരുന്നു ഗോള് തന്നെ നമ്മൾ ദുആയൊക്കെ ചെയ്ത് സെറ്റപ്പായ പയ്യൻ വന്നു. ഉസ്താദിനെ കണ്ടോന്നെ ഉസ്താദ് ഓടിച്ചെന്ന് ഉസ്താദ് ചോദിച്ചു, ഉസ്താദിന്റെ സ്ഥലം ഇവിടെ തഴവേലോ? ശരി അപ്പൊ ഉസ്താദ് ചോദിച്ചു, എന്തുകൊണ്ട് എന്റെ കവലിനകത്ത് ചേമ്പ വെച്ചിട്ടിരിക്കുകയാണ്, സംസാരിക്കാൻ വയ്യ, വയറൊക്കെ ഇറങ്ങി കവളൊക്കെ പെരുവി ഉസ്താദ് സ്ഥലം ഉസ്താദ് അന്തം വിട്ടുപോയി. കാരണം എന്താണെന്നറിയോ? കുറച്ച് നോട്ട് കെട്ടുകൾ ഇപ്പൊ അവന് കിട്ടി, അതാണ് ഈ മാറ്റം. ഉസ്താദിനെ അറിയാൻ വയ്യ. മോദി സാഹിബ് ഓടി വന്നിപ്പോ കിട്ടുമെന്നും പറഞ്ഞ് ചവിട്ടി തൂത്തുകൊണ്ട് വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക്. ആരെയും തിരിച്ചറിയുന്നില്ല. പണ്ട് അവസാനം പോക്കത്തി കിടന്ന 10 രൂപ കാണിക്ക വണ്ടിയിലേക്ക് ഇട്ടുകൊടുത്തു പോയ ഓർമ്മ പോലും ഇന്നവനില്ല. എന്തുകൊണ്ട്? പണം വന്നു മൂടിയതുകൊണ്ട്.
പാവപ്പെട്ട ചെറ്റക്കൂരയിൽ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ എത്രയോ മിടുക്കന്മാരായ സഹോദരങ്ങൾ സ്ത്രീധനോ അച്ചാരോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കൊണ്ടുപോയി നിക്കാഹ് കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഇന്ന് ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നത് അന്ന് പാവപ്പെട്ട കുള്ളി ജീവിച്ച പെൺകുട്ടികളാണ്. കാരണം എന്താ? ഇന്നവർക്ക് സെറ്റപ്പായി, ഇന്നവർക്ക് പണമായി, ഇന്നവർക്ക് മൊബൈലായി. ഇന്ന് പിന്നെ ഭർത്താവ് വരച്ച വരയിൽ നിൽക്കുന്നു. ഇന്ന് പിന്നെ എവിടെ ആ മോഡലൊക്കെ ആയി, പണം ഒരുപാടായി. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, പർദ്ദയ്ക്കകത്ത് ചുരിദാറിനകത്ത് 4 പോക്കറ്റും 10 മൊബൈലും 100 മെമ്മറി കാർഡും 500 സിമ്മുമില്ലാത്ത പെണ്ണ് നമ്മുടെ നാട്ടിലില്ലാത്ത അവസ്ഥ വരെയും അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളായി എല്ലാ പെൺകുട്ടികളും ബൈക്കും ബുള്ളറ്റും ഓടിച്ചു തുടങ്ങി. ഭർത്താവ് പുറകിലിരിക്കുന്നു, പെണ്ണ് ഹെൽമറ്റും വെച്ച് ഫ്രണ്ടിലിരിക്കുന്നു. ആ രീതിയിലായി. ആലോചിക്കണം നമ്മൾ. അഹങ്കാരികളാകാൻ തോന്നെ സമയം വേണ്ട സഹോദരിമാരെ. അതുകൊണ്ട് പണം കിട്ടുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഹറാമായ രീതിയിലൂടെ പണം സമ്പാദിച്ചാൽ ആ പണം കൊണ്ട് ഹൈറായ ഒരു കാര്യവും നിനക്ക് ചെയ്യാൻ പറ്റില്ല. ഹറാമായ രീതിയിലൂടെ പണം ചെലവഴിച്ച അതിന്റെ ഓരോ കാശിനും അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. കള്ളിന് വേണ്ടി എത്രയാ എന്റെ ചെറുപ്പക്കാരാ നീ ചെലവഴിക്കുന്നത്? കള്ളിന് വേണ്ടി എത്രയാ ചെലവഴിക്കുന്നത്? കൂട്ടുകാർ പറയും എന്റെ കയ്യിൽ കാശില്ലടാ. അപ്പയവും പറയും നീ വിഷമിക്കണ്ടടാ, അതൊക്കെ എന്റെ വാപ്പച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, നീ വാ, നിനക്ക് ഞാനല്ലേ പാർട്ടി നടത്തുന്നത്, നമ്മുടെ പാർട്ടി ജയിച്ചടാ, അല്ലെങ്കിൽ എന്റെ പാർട്ടിക്ക് സൊസൈറ്റി കിട്ടിയടാ, അതുകൊണ്ട് നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് തോളത്ത് കൈയിട്ടുകൊണ്ട് കൂട്ടുകാരോട് വാഹനം പിടിച്ചുകൊണ്ട് ബിവറേജ് ഷാപ്പിലേക്ക് പോയിട്ട് കാശ് മടക്കുന്ന സഹോദരാ, ഓരോ ശില്ലിക്കാശിനും അള്ളാഹുവോട് കണക്ക് പറയേണ്ടി വരും. 1 രൂപയില്ലല്ലോ എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഭർത്താവിന് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട തന്റെ സൗന്ദര്യമുള്ള ശരീരത്തെ ലോഡ്ജിലേക്ക് ചൂണ്ടിക്കാണിയിട്ട് കാണിച്ചിട്ടും 250 രൂപയ്ക്ക് ശരീരം വിറ്റ് ഭർത്താവിന് മരുന്ന് വാങ്ങാനോടും നൂറുകണക്കാതെ ഈ സമുദായത്തിന്റെ പെൺകുട്ടികളുടെ നെഞ്ചത്ത് വിട്ടുകെട്ട് കണ്ണുപിടിച്ച് അറമ്മാദിക്കുന്ന അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളാണ് പിശാചിന്റെ അനുയായികളായ അരപ്പൊരിച്ചുകൂടെ യുവത്വമേ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവര് മുഴുവനും അത്തരക്കാരാണെന്നതിന് അർത്ഥമില്ല. എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നവരോ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും ഇതിൽ പെട്ടുപോരവരാണെങ്കിൽ മോനെ, ഇത്തിരി പോലെ ജീവിതത്തെ തട്ടിക്കളിക്കാതിക്കാറ് അള്ളാന്റെ പൊരുത്തത്തിലേക്ക് പറവകളെ പോലെ ചിറക് വെച്ച് പറന്നുയരാനുള്ള സമയം വൈകിപ്പോയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നാളെ ഇവിടെ കൊണ്ടുവന്നിരിപ്പിക്കോ. ഈ സരസിൽ നിന്ന് നാളെ എഴുന്നേറ്റ് പോകുമ്പോ കണ്ണീരോടെ ദുആ ചെയ്തുകൊണ്ട് പുതിയ ഒരു യുവത്വത്തിന്റെ ഈമാൻ തിളയ്ക്കുന്ന പ്രതികാരമുള്ള ഇബ്ലീസിനോട് പ്രതികാരമുള്ള പൈശാചിനോട് പ്രതികാരമുള്ള അല്ലാഹുവിനോട് ഏറ്റവും നല്ല അടുക്കാൻ ആർത്തിയുള്ള ആഗ്രഹമുള്ള ആവേശമുള്ള അത്യാഗ്രഹമുള്ള ഈമാനിന്റെ ചുണക്കുട്ടന്മാരായി ഈ സരസിൽ എഴുന്നേൽക്കണം. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഹറാമായ വഴികൾ എളുപ്പമാണ് പണം സമ്പാദിക്കാൻ. പലിശയ്ക്ക് കൊടുത്താൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. ഒരു ചരിത്രം ഇന്ന് സമ്മാനമായി നിങ്ങൾക്ക് തരാൻ പോവാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവെ ഒരുപാട് വയന്ന് ജീവിച്ച മഹാനുഭാവനാണ്. പടച്ചതമ്പുരാന്റെ പള്ളിക്കകത്ത് റമളാനിന്റെ രാത്രിയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു തആല എത്തിക്കാതിരിക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ പള്ളിക്കകത്ത് നെയ്യത്തോടെ എത്തിക്കാതിരിക്കുമ്പോ നമുക്കറിയാം ആ രാവ് വളരെ ശ്രേഷ്ഠമാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാഹ് ഹത്താ മത്ലഇൽ ഫജ്ർ. സൂര്യോദയത്തിന്റെ സമയം വരെ, ഫജ്ർ വെളിവാകുന്നത് വരെ 10,000 മാലാഖമാര്, ലക്ഷക്കണക്കാറ് മാലാഖമാര് വാനലോകത്ത് നിന്ന് മഴത്തുള്ളികളെ പോലെ പെയ്തിറങ്ങുന്ന പേമാരി പോലെ വന്നിറങ്ങുന്ന സുന്ദരരാവാണ്. ആ രാവിലെ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ഇഅ്തികാഫിന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞുകൂടുമ്പോ പാതിരാത്രി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അല്ലാഹ് എന്തൊപ്പിച്ചാണ് അടക്കിയിരിക്കുന്നത് ഈ ഖബറിലല്ലേ, ഈ പള്ളിയുടെ ഖബർസ്ഥാനിലല്ലേ എന്റെ ഉപ്പാറ അടക്കിയിരിക്കുന്നതല്ല. അതുകൊണ്ട് ഉപ്പാടെ ഖബറിലേക്കൊന്ന് ചെല്ലാ, ഈ രാത്രി ഒന്ന് സിയാറത്ത് ചെയ്യാ, ഈ രാത്രി ഒന്ന് ദുആ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കുറ്റാങ്കുറ്റിരുട്ടിൽ പള്ളിക്കാടിലേക്ക് നടന്നു പോവാണ്. ഉപ്പച്ചാന്റെ ഖബറിന്റെ അടുത്തേക്ക്
ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ഉപ്പച്ചാന്റെ ഖബറിലേക്ക് നോക്കി സലാം പറയുകയാണ്. കൊതിയില്ലേ ഉപ്പമാരെ, മുഖ്ലിസീങ്ങളാണ്, മുത്തഖീങ്ങളാണ് മക്കളെ ദുനിയാവിൽ വെച്ചിട്ട് മരിച്ചുപോയാ നീ വിഷമിക്കണ്ട മോനെ. നിന്റെ ഖബറിന്റെ അടുത്തേക്ക് പ്രിയപ്പെട്ട മക്കൾ വന്ന് ദുആ ചെയ്യുമ്പോ, പ്രത്യേകിച്ച് റമളാനിന്റെ രാത്രിയല്ലേ, ലൈലത്തുൽ ഖദറിന്റെ രാവല്ലേ, വല്ലാത്ത സുഖമായിരിക്കുമല്ലോ. എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റമളാന്റെ രാത്രിയിൽ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ദുആ രക്കുമ്പോ ആ കുറ്റാകുറ്റിരുട്ടിൽ പള്ളിയുടെ ഏതോ ഭാഗത്തു നിന്ന് ഭയാനകരമായ ഒരു ശബ്ദം മുടങ്ങി കേൾക്കുകയാണ്. ഞെട്ടിത്തെറിച്ചുപോയി. റബ്ബേ, ആരാണ് ഈ നിലവിളിക്കുന്നത്? ആരാണ് ഈ പൊട്ടിക്കരയുന്നത്? വല്ലാത്ത അന്തം വിട്ടന്താളിച്ച പോലെ പൊട്ടിക്കരച്ചിലാണ്. ആരാണെന്നറിയാൻ വയ്യ. ജീവനോടെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ നിലവിളിക്കുന്ന പോലെ, ജീവനുള്ള ശരീരത്തിന്റെ തൊലി വലിച്ചെറിയുമ്പോ പൊട്ടിക്കരയുന്ന പോലെ, കഷണമായി മുറിച്ചെറിയുമ്പോ നിലവിളിക്കുന്ന പോലെ ഒരു മനുഷ്യൻ കിടന്ന് നിലവിളിക്കുന്നു. എന്തെന്നറിയാറ് ഇവര് റളിയല്ലാഹു ഏത് ഭാഗത്തു നിന്നാണ് കേൾക്കുന്നതെന്നറിയാറ്. പള്ളിയുടെ പള്ളിപ്പറമ്പാകുന്ന ഖബറിന്റെ ഭാഗത്ത് വിടുന്നു ഇങ്ങനെ കറങ്ങിപ്പോകുമ്പോ, അതേ കാടുകൾക്കിടയിൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ഖബറ്, ഇടിഞ്ഞുപോലെ കുടുങ്ങിത്താണു പോയ ഒരു ഖബറ്. സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ അകത്ത് നിന്നാണ് ഈ നിലവിളി കേട്ടത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തെറിച്ചു പോയി, മുട്ടുകാല് വിറച്ചുപോയി, പള്ളിയിലേക്ക് പോയി. സുബ്ഹ് നിസ്കാരത്തിന് പള്ളിയിൽ വന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ, ഒരു ഖബർ ഞാൻ കാണിച്ചു തന്നാൽ അതിനകത്ത് ആരെയാണ് അടക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഉപ്പയൊന്ന് പറയുമോ? ആ ഉപ്പ പറയുന്ന തങ്ങള് 30 വർഷമായിട്ട് ഇവിടെ ആരെയൊക്കെ അടക്കിയിട്ടുണ്ടോ അവരുടെ പേരെനിക്കറിയാം, അവരുടെ ഖബർ എനിക്കറിയാം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ കയ്യും പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ്. രാത്രിയിൽ താൻ നിലവിളി കേട്ട, പൊട്ടിക്കരച്ചിൽ കേട്ട ഖബറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ചോദിക്കുന്നു, ഉപ്പാ, ഇതാരുടെ ഖബറാണ് ഉപ്പാ? ആ ഉപ്പ പറയുന്നു, തങ്ങള് ഈ ഖബറിന്റെ അകത്ത് നിന്ന് നിലവിളി കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഇയാൾ കൃത്യമായി നിസ്കരിച്ചിരുന്ന ആളാണ്, നോമ്പ് പിടിച്ചിരുന്ന ആളാണ്. പിന്നെ എന്തേ കരഞ്ഞുപോയതെന്ന് എനിക്കറിയില്ല തങ്ങള്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്ന് ഓർത്തു നോക്കിയേ, ഒന്നാലോചിച്ചു നോക്കിയേ, ജീവിതത്തിൽ അല്ല പൊറുക്കാത്ത എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ എന്ന് ചിന്തിക്കാൻ പറയുമ്പോൾ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉപ്പ പറയുന്നു, തങ്ങള് ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാ. മരിക്കുന്നതിനും കുറെ മാസങ്ങൾക്ക് മുമ്പ് ഇയാൾക്കൊരു രോഗം പിടിപെട്ടത് കൊണ്ട്, ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തിനോട് ഭാര്യ പറഞ്ഞു, ഇനി നിങ്ങളൊരു ജോലിക്കും പോണ്ട, ഇത്രയും നാള് കച്ചവടം ചെയ്ത ലാഭം എടുത്തുകൊണ്ട് അതിനെ അങ്ങ് പലിശയ്ക്ക് കൊടുക്കാ. അങ്ങനെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് 10,000 രൂപ പലിശയ്ക്ക് കൊടുത്ത് ജീവിച്ച മനുഷ്യനാണ്. ആ പലിശയ്ക്ക് കൊടുത്ത് അവസാനം അസ്രായീൽ ഒന്ന് കൊണ്ടുപോയി തങ്ങളെ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, പലിശക്കാരന്റെ റമളാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും ഖബറിന്റെ അകത്ത് സമാധാനമില്ല. പാവപ്പെട്ടവന്റെ നീരൂറ്റി കുടിച്ചിട്ട് പണമുണ്ടാക്കുന്നവനെ നെളിഞ്ഞുകൊണ്ട് തേച്ച് മടങ്ങാത്ത ചുളുങ്ങാത്ത ഡ്രസ്സിട്ടുകൊണ്ട് ചാരിയുന്നുകൊണ്ട് നീളമുള്ള മൊബൈലും കൊണ്ടിറങ്ങി അഹങ്കാരത്തിന്റെ കോലത്തിൽ നടക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കുമല്ലോ, ഇന്ന് തഴവയിൽ എനിക്ക് കുറെ ജനങ്ങളുണ്ട്, എനിക്ക് കുറെ ആൾക്കാരുണ്ട്, എല്ലാവരും കാണുമ്പോനെ അത് ദുനിയാവിൽ മാത്രമാണ്. നിന്റെ കണ്ണടഞ്ഞു പോയ ആ സെക്കൻഡ് മുതൽ മോനെ പിന്നെ നരകത്തിന്റെ തീയാണ്. അതുകൊണ്ട് സാമ്പത്തിക സൂക്ഷ്മത പാലിക്കണേ പെങ്ങളെ. ഹറാമായത് കടത്തിയിടല്ലേ, ഹറാമായത് കഴിക്കല്ലേ. എന്തിനേറെ ഒരു തുണിക്കടയിലേക്ക് തുണിയെടുക്കാൻ
എടുക്കാൻ പോയാൽ ആ കടയിൽ ചെന്നിട്ട് 600 രൂപയുടെ സാരി 400 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവരുമ്പോ കടക്കാരൻ പറയുന്നു